ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് ഡേ 4 ആണ് മലേഷ്യയില്. അപ്പൊ ഇന്ന് നമ്മൾ പോകാൻ പോണത് സൂലാണ്. സൂല് ഏറ്റവും നമ്മൾ കാണാൻ പോണത് പാണ്ടേനെയാണ് ഗൈസ്. ഞാൻ ഞാൻ പാണ്ടേനെ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. ഞാൻ അതുകൊണ്ടാണ് ഇന്ന് ഇത്ര സന്തോഷത്തിൽ നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മള് ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. ലിറ്റിൽ ഇന്ത്യ അങ്ങനെ എന്തൊക്കെയോ കുറച്ച് ഇവിടെയുള്ള സ്ഥലങ്ങളും. അപ്പൊ നമുക്ക് ആദ്യം പാണ്ടേനെ കാണാൻ പോവാം ഗൈസ്. സൂ നഗര നഗര അങ്ങനെയാണ് ഇതിനെ പറയാ. നമ്മളതിന്റെ എൻട്രൻസിൽ എത്തി. നമ്മൾ അകത്തേക്ക് പോകുമ്പോണ് രാവിലെ 9 മണി തൊട്ട് 10 മണി വരെയാണ് പാൻഡാന്റെ ഫീഡിങ് ടൈം. അപ്പോഴാണ് അതിനെ ശരിക്കും കാണാൻ പറ്റുള്ളൂ. അല്ലാത്ത സമയമൊക്കെ അത് ഫുൾ ടൈം ഉറങ്ങിയിരിക്കും. സോ നമ്മൾ 9:15 നമുക്ക് ഇവിടെ എത്തിയപ്പോ സമയായി. സോ നമുക്ക് അകത്തേക്ക് കയറാം ഗൈസ്. നമ്മളിപ്പോ ഇവിടെ ടിക്കറ്റ് എടുത്ത് അതിന്റെ മെയിൻ എൻട്രൻസിലേക്ക് കയറാൻ പോണ്. ഇവിടെ കുറെ സ്കൂൾ കുട്ടികൾ ടൂർ വന്നിട്ടുണ്ട്. ഭയങ്കര ബഹളാണ് ഇവിടെ. അകത്തേക്ക് പോവാൻ ഗൈസ്. ഫോട്ടോ കാണിച്ചിട്ട് പാണ്ടേനെ കണ്ടാ മതിന്ന്. ഇവിടെ ഏറ്റവും ലാസ്റ്റ് ആണ് പാണ്ടേനെ വെച്ചാണെന്നാ പറഞ്ഞ. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം അങ്ങോട്ടാണ് പോണത്. കണ്ണ് കാണാനില്ല, കണ്ണട വെച്ചോണ്ട്. എവിടെ എന്താ? ഓഹോ, അതെ കുഞ്ഞൂസ്. അതെന്തിട്ട് ചിമ്പാൻസി ഇല്ലേ? അല്ല, ഇതെന്തിട്ട് തന്നെ. എനിക്കിപ്പോ കൊറേ ഉണ്ട്. എനിക്കിപ്പോ കൊറേനില്ല കാണണ്ട. എനിക്ക് പാണ്ടേനെ കാണണ്ട. സോയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഗൈസ്. ഇത് കാട്ടുപോത്ത് ഗൈസ്. കരടി ഗൈസ്. ഇവിടെ 10 വർഷത്തെ എഗ്രിമെന്റിലാണ് ചൈനക്കാര് 2 പാണ്ടേനെ മലേഷ്യയില് ഇവിടുത്തെ സൂലേക്ക് കൊടുത്തത്. പക്ഷെ ആ എഗ്രിമെന്റ് പ്രകാരം 10 വർഷം 2024 കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും ഇവിടെ പാണ്ടുണ്ട്, എന്റെ ഭാഗ്യത്തിന് ഗൈസ്. മറ്റേ ആന്റീറ്റർ പോലത്തെ ഒരു സാധനം ഗൈസ്. കങ്കാരു, കുഞ്ഞു കുഞ്ഞു കങ്കാരു. അതൊക്കെ ഗൈസ്. മുള്ളംപന്നി. പാണ്ടേനെ കാണാൻ വേണ്ടി ഭയങ്കര നേരത്തെ വന്നു. ഇവിടെ ഇപ്പൊ സൂ തുറന്നിട്ടുള്ളു, അതുകൊണ്ട് എല്ലാ ആനിമലും പുറത്തന്നെ ഉണ്ട് ഗൈസ്. കാണ്ടാമൃഗം, സീബ്ര, സീബ്ര. അത് ഫോട്ടോ. നമ്മളിപ്പം ചുറ്റി ചുറ്റി ഈ സൂവിന്റെ ഏറ്റവും അവസാനത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ അവിടെയാണ് പാണ്ടയുടെ പടം ഉണ്ട് ഗൈസ്. ഇവിടെയാണെങ്കിൽ ഒരു സ്ഥലത്തും പാണ്ടയുടെ പടം കൊടുത്തിട്ടില്ല. ഇവിടെ ഇവിടെ എത്തിയപ്പോഴാണ് പാണ്ടയുടെ പടം കൊടുക്കണത്. ഒരു റീല് പോലെ എടുക്കുക. നമ്മളകത്തേക്ക് പോകാം. അതേ ഒട്ടകം. എവിടെ? ഓയ്, ഇതിനകത്താണോ? ഇതിനകത്തൊന്നുമില്ല. നമുക്ക് അവിടെ പോവാ. അതേ ഒട്ടകം. ഇവിടെ ആവശ്യമുണ്ട്. ഗൈസ്, ഇവിടെയാണ് പാണ്ട. സൈലൻസ്. ഒച്ചുണ്ടാക്കരുത് പറഞ്ഞു ഗൈസ്. അവിടെ താഴേക്ക് പോവാം നമുക്ക്. പാണ്ട
അങ്ങോട്ട് തിരിഞ്ഞു കിടന്നുറങ്ങാതില്ല. അയ്യോ അകത്തേക്ക് കയറാം നമുക്ക്. അമ്മന്ന് വേഗം വരും, അത് പോവുമ്പോ കണ്ട പോണു. എവിടെ? ഓ ഇതിന്റെ മുഖം ഇങ്ങനെയിരുന്നാ. ഇവിടെ ഫുള്ള് സൈലൻസ് പാടുള്ള, ഒച്ച ഉണ്ടാക്കാൻ പാടില്ല. അയ്യോ നീ കിടന്നു. അയ്യോ അത് ഉറങ്ങ, അതിനോട് തിരിഞ്ഞു നോക്കാൻ വരാൻ പറ്റുമോ? ഇത് കിടന്നുറങ്ങണു ഗൈസ്. അത് അതെ ഗൈസ് കയറിയായിരുന്നു. വലുത് ഉറങ്ങാണ്, ഇത് ചെറുതാണ് ഗൈസ്. ഇത് നടന്ന് കളിച്ചോണ്ടിരിക്കാൻ നല്ല രസമുണ്ട് ഇതിനെ കാണാൻ. ഗൈസ് വേണ്ട ഫുഡ് കഴിക്കുക. നേരത്തെ പറഞ്ഞില്ലേ ആ 2024 അത് കൊടുത്തു. എന്നിട്ട് 2025 വീണ്ടും 2 പാണ്ടേന ചൈനക്കാര് കൊടുത്തു. അതിന് 2035 വരെ എവിടെ ഉണ്ടാവും. ഉറങ്ങണ കാണാൻ എന്ത് രസാന്ന് പറയാ ഗൈസ്. അത് ശ്വാസം എടുക്കണം, നോക്കണ. ഇതാണ് വലിയ പാണ്ട, പക്ഷെ ഇത് കിടന്ന് ഉറങ്ങ. ചെറുത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് കളിക്കുന്നുണ്ട് ഗൈസ്. ഇതാണ് ചെറിയ പാണ്ട, വെള്ളത്തിലിരിക്കുക. ഇവിടെ ഫുൾ സെൻട്രലൈസ്ഡ് AC ആണ് ഗൈസ് പാണ്ടയ്ക്ക്. ഫുൾ സെൻട്രലൈസ്ഡ് ACയിലാണ് ഗൈസ് പാണ്ടത്. പോണു നല്ല തണുപ്പാണ് ഇതിനകത്ത് ഗൈസ്. ഗൈസ് ആ വലിയ പാണ്ട എണീറ്റ് അത് ഇറങ്ങിപ്പോയി എങ്ങോട്ടോ. അതെ അയ്യേ അതപ്പിട. നീ കണ്ടില്ല മഞ്ഞ കളറ് ഐശയില് കിടന്നു. അത് കാണണം ഇപ്പൊ സംശയം ചോദിച്ചോളൂ. ഇപ്പൊ കണ്ടു, സന്തോഷായില്ലേ? പാണ്ടക്കുട്ടികൾ എന്റെ ബൊമ്മ അതേ ഇരിക്കണു. എന്റെ ബൊമ്മനൊക്കെ കുറച്ചുകൂടെ വലിപ്പുണ്ടായി, ഇതിനകത്ത് കൊറേ ഉണ്ട്. ആദ്യ പാണ്ടയുടെ കട 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 ഞാനിവിടെ നിന്ന് പോവും ചെലപ്പോ. ആദ്യ പാണ്ടക്കുട്ടികൾ, പാണ്ടയുടെ മാത്രം കട. പൊട്ടില്ലേ? നീ എടുക്കണ്ട, പൊട്ടിയ പൈസ. അല്ല ബൊമ്മയ്ക്ക് എത്ര? ഇതിനകത്ത് വേണ്ട. നമ്മൾ പാണ്ടയുടെ കുപ്പി മേടിച്ചു. ഞാൻ ഈ വൈറ്റ് കുപ്പി മേടിച്ചു. നല്ല റിങ്കറ്റ് ഉണ്ട് ഇതിന്, 55 റിങ്കറ്റാ. ഞാൻ പിന്നെ എന്ത് മേടിച്ചാലും ഇവിടെ വേറൊരാൾക്ക് വേണല്ലോ, അതുകൊണ്ട് എന്റെ കളർ ചേഞ്ച് ഈ ബ്ലാക്ക് കുഞ്ഞൂസ് മേടിച്ചു. വേറെ ഡിസൈനുള്ള പാണ്ട. പാണ്ടയുടെ കവർ ഇതൊക്കെ മേടിക്കണം.
എന്താ അതൊക്കെ എനിക്ക് ഇഷ്ടം, പക്ഷെ ഒന്നും വേണ്ട, നിങ്ങക്ക് തൽക്കാലം ഇത് മതി. ഇവിടെ മൊത്തം പാൻഡയുടെ സാധനങ്ങളാണ് guys. എന്ത് സ്റ്റൂളടക്കം പാൻഡയുടെ ഡിസൈൻ. അങ്ങോട്ടാൻ തൂങ്ങിക്കിടക്കുന്നു. കുഞ്ഞൂസ് ഇരിക്കണ പോലെ തന്നെയുണ്ട്. കേട്ടാ, നീ ഇരിക്കണ പോലെ തന്നെയുണ്ട്. എക്സാക്ട്ലി അതെ, ഒരെണ്ണുള്ളൂ. അല്ല, ഉറങ്ങല്ല, എന്തോ കാണിച്ചോണ്ടിരിക്കേ. അതെ ചിമ്പാൻസി. അയ്യോ, സൗണ്ട് ഇതല്ലേ ചിമ്പാൻസി. അടുത്ത് നമ്മൾ ജിറാഫിന്റെ അടുത്തേക്കാണ് വന്നത്. ജിറാഫ് നമ്മളിത് ബാക്കിന്ന് തുടങ്ങിയോണ്ട് പാൻഡായിട്ട് ലാസ്റ്റ് ആയിരുന്നു, അപ്പൊ നമ്മൾ ബാക്കിൽ നിന്നാണ് തുടങ്ങണത് ഗൈസ്. ഇത് 2 ജിറാഫ്, പിന്നെ കൊറേ ഓസ്ട്രിച്ച്, കൊറേ മാനുകളും ഉണ്ട് ഇവിടെ. ആ സീബ്രയുണ്ട്. ഒരു സീബ്രേ ഉള്ളൂ. ഗൈസ്, വെള്ളമുള്ള മന്നി. ഹൈന ഹൈന ആദ്യമായിട്ട് കണ്ട. എനിക്ക് ഹൈന ഗൈസ്, ഞാൻ ആദ്യമായിട്ട് ഹൈനനെ കണ്ണ. അയ്യോ, ഞാൻ എവിടെ പോയാലും ഹൈനയുടെ പടം ഉണ്ടാവും, സാധാരണ ഹൈന ഉണ്ടാവാറില്ല. ഹൈന ഇത്ര വലിപ്പുണ്ടായിരുന്നതിന്. ദേ ഗൈസ്, ഹൈന. സ്ട്രൈപ്ഡ് ഹൈന. ബിൻഡൂറോങ് എന്ന് പറഞ്ഞൊരു സാധനം. ഗൈസ്, ഇതാണ് പ്യൂമ. നല്ല വലിപ്പുണ്ട് ഇതിന്. പ്യൂമയുടെ ഷൂസിൽ മറ്റേ ഒരു സാധനം ചാടണം, അത് ഇതാ സാന. അങ്കോളെ കാറ്റിൽ എന്ന് പറഞ്ഞ ഒരു സാധനം. ഗൈസ്, വൈറ്റ് ടൈഗർ. വൈറ്റ് ടൈഗർ എന്ന് വെച്ചാൽ മഞ്ഞ ഷെയ്ഡാണ് മേത്ത് മൊത്തം. ഇവിടെ ഒന്നും കാണാനില്ല. ആ, അതെന്താ ബ്ലാക്ക് പാന്തർ. അയ്യോ, അത് പോയി ഗൈസ്. ഗൈസ്, ബ്ലാക്ക് പാന്തർ. ഗൈസ്, മൗസ് ഡിയർ. ഗൈസ്, എന്തോ പട്ടാകോമന്മാരാ. ഗൈസ്, എന്തോ ഒരു ചെറിയ സാധനം പോണു. ഗൈസ്, ഓറഞ്ച് ഫ്ലെമിംഗോ. കൂടുതൽ പക്ഷെ വൈറ്റ് ആണുള്ളത്. ഗൈസ്, ആമാ ജയന്റ് ടോർട്ടോയ്സ്. ഗൈസ്, ഉടുമ്പ്. ഇത് ഉടുമ്പാണ് ഗൈസ്, ഉടുമ്പ്. ഗ്രീൻ പൈത്തൺ. ഗൈസ്, അണലി. ബോൾ പൈത്തൺ. എന്റെ വായ. അണലി ഗൈസ്, ബോൾ പൈത്തൺ ആണ് ശരിക്കും. ആൽബിനോസ് ബൈനി പൈത്തൺ, സോറി ബെർണീസ് പൈത്തൺ. ഇതിന്റെ ബ്രൗൺ ഗൈസ്. ഗൈസ്, ഇതൊക്കെ വേറെ ഓരോ പാമ്പുകൾ. ഇതാണ് കിങ് കോബ്ര എന്ന് എഴുതിയാണ്, പക്ഷെ ഇതൊരു ചെറിയ സാധനം. ഇത് ഇത്രേ ഉള്ളൂ. എന്താ ഇതാണ് ഗൈസ് കിങ് കോബ്ര. ഗൈസ്, ഇതൊരു വേറെ പാമ്പ്. റെഡ് ടെയിൽഡ് ബോവ.
ആൽബിനോ ബോവ. അടുത്ത കണ്ട വാട്ടർ ലിസാർഡ്. മുതല സ്റ്റാച്ചു പോലെ ഇരിക്കണം മുതല. കാറ്റ് ഫിഷ്. ഗൈസ് ഇവിടെ നിറയെ കൊരങ്ങന്മാരെ അഴിച്ചു വിട്ടേക്കാണ്. ഇതില് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ റോഡ് ക്രോസ് ചെയ്തോണ്ടിരിക്കുകയാണ് കൊരങ്ങന്മാര്. ഇപ്പുറത്തുണ്ട് കൊറേ ഫോസിൽസ് ഒക്കെ ഉള്ള സ്ഥലം. പുലിയുടെ തോലും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിപ്പോ ക്ലോസ്ഡ് ആണ്. ഓ കൊരങ്ങനെ കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ട് കൊരങ്ങൻ കുട്ടീനെയൊക്കെ. ഗൈസ് നിറയെ കുപ്പിയിലിട്ട് വെച്ചേക്ക. പുലിക്കുട്ടി, അത് ശരിക്കുള്ള പുലിക്കുട്ടിയാ? ഇത്ര അധിക ചത്തുപോയാ? ഗൈസ് ഇവിടെ ആനിമൽ ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യേ ഗൈസ് കോഴീനെയാണ് ഇത്ര ഹൈപ്പ് കൊടുത്തവര് വിളിച്ചത്. കൊറേ പൂവൻ കോഴിയുണ്ട്, തടക്കോഴിയുണ്ട്. അയ്യോ അതിങ്ങോട്ട് വരുന്നു. എന്തോ സാധനം വരുന്നുണ്ട് ഗൈസ്. പത്ത Okay, wait, it's Bella. Bring a little bit. And this is Bella. Say hi, Bella. Bella, come for this Bella from the Amazon. Burung berasal dari Amazon. Jadi, Amazon lah guys. Pagi ini, Bella akan terbang ke mana-mana untuk mendapatkan sesuatu. Bella want to fly to you and get something from you. So guys, this is a donation segment in my hand. I have 7 ringgit Malaysia as my donation. You guys can prepare your donation first. Because after this, I will choose you to come to do this segment. Jadi, I am Mr. Idan akan menunjukkan cara-caranya terlebih dahulu. Jadi pada segmen pada kali ini saya tidak lama-lama. Saya tidak akan lama-lama kerana saya akan pilih 4 orang sahaja untuk melakukan segmen. Bila akan terbang ke tangan anda. Akan mengambil sumbangan tersebut dan kembali semula kepada training semula. Perhatikan ke atas pentas dan sila berikan tepukan yang gembira pada Mr. Yan dan juga Jomlah anjuran berpilihan kami yang berasal dari track tersebut menuju ke atas pentas, menuju ke platform dengan berhati-hati dan berjaya. ഗൈസ് ഇവിടെ വീണ്ടും കുറെ മീനുകൾ, അരാപ്പയ്മയും പിരാനയൊക്കെ ഉണ്ട്. ഗൈസ് അവിടെ പെൻഗ്വിൻ ഉണ്ട്. ഗൈസ് ഇവിടെയാണ് പെൻഗ്വിൻ. ഗൈസ് വവ്വാലുകൾ തൂങ്ങി കിടക്കണു. ഗൈസ് റക്കൂൺ. ഗൈസ് ബാങ്ക്സ് കട്ട് ചെയ്ത കുതിര. ഗൈസ് ഇതിവിടെ ഓടിക്കളിക്കാൻ എന്നെ തുറന്നിട്ടേക്ക. ഓ മെക്കാവിനെയും തുറന്നു വെച്ചേക്ക. ഇവിടെ ഇതൊക്കെ പാർക്കല്ലേ?
ആട് ആട് ഉമ്മി, ഞാൻ പേടിച്ചു പോയി. ആട് ചെറിയ ചെറിയ ഗിനിപ്പന്നി താഴെ അതെ ഇവിടെ മറ്റേ ഗിനിപ്പന്നി ഗിനിപ്പിക് തുറന്നോട്ടോ തൊടാൻ ഹിപ്പോപ്പൊട്ടാമസ്. ഗൈസ് നമ്മൾ ഒന്നും കൂടെ വീണ്ടും പാണ്ടേനെ കാണാൻ വേണ്ടി പോവാണ്. അത് എണീറ്റുണ്ടാവും. മറ്റേത് എണീറ്റിട്ട് വീണ്ടും കിടന്നിരുന്നു. ഇപ്പൊ എന്താ ചെയ്യണേ പോയി നോക്കാം. നമ്മൾ പാണ്ട ഐസ്ക്രീം കഴിക്കാൻ പോവാണ്. ഗൈസ് എനിക്ക് പാണ്ട ഐസ്ക്രീം, കുഞ്ഞൂസിന് ബണ്ണി ഐസ്ക്രീം. ഇതാണോ? ഇത് ബ്രൗൺ കളർ പാണ്ട ഐസ്ക്രീം. ഗൈസ് ഇത് ഇവിടത്തെ എന്തോ ഒരു ഡ്രിങ്ക് ആണ്. പാലിന്റെ ടേസ്റ്റ് മധുരമില്ലാത്ത പാലിന്റെ ടേസ്റ്റ്. ഗൈസ് ഇവിടെ എന്ത് തന്നാലും ഗ്ലാസിന്റെ മുക്കാൽ ഭാഗം ഐസ് ആയിരിക്കും, അതിൽ കാൽ ഭാഗം മാത്രമേ അതിൽ എന്തെങ്കിലും പറഞ്ഞതുണ്ടാവുള്ളൂ. സോസ് വേണോ? സംഭവം ടേസ്റ്റ് ഉണ്ട്. എനിക്ക് വെക്കാൻ ചൂടൊന്നുമില്ല. ഇപ്പൊ ഇവിടെ ഭയങ്കര തിരക്കായി. സ്കൂൾ പിള്ളേരൊക്കെ വന്നു. രണ്ടും ഇപ്പൊ കിടന്നുറങ്ങി. ഇപ്പൊ രണ്ടും ഉറങ്ങി. രാവിലെ നമ്മള് നല്ല രസം. ഫീഡിങ് ടൈമിൽ വന്നുകൊണ്ടാണ് കാണാൻ പറ്റിയത്. കറക്റ്റ് സമയത്ത് ഇത് എണീറ്റു. ബസ് എണീറ്റിട്ട് അവിടെ തന്നെ കിടക്കാൻ മതിയാണ്. വീണ്ടും കാണാൻ ശരിക്കും ടെഡ്ഡി ബെയർ പോലെ ഉണ്ട്. ഇതിനെ കെട്ടിപ്പിടിക്കുന്നു. ഗൈസ് അതിപ്പോ ഇങ്ങനെയല്ല കിടക്കണം. അതിന്റെ അവിടെ കെട്ടിപ്പിടിച്ച് കാല് കിടത്ത് എനിക്ക് ഇട്ട് കിടന്നുറങ്ങാൻ തോന്നുന്നുണ്ട്. നല്ല തണുപ്പ്, നല്ല രസമുണ്ട്. ഗൈസ് ടൈഗർ. ഓ നല്ല പ്യുവർ റെഡ് കളറിലുള്ള കിളി. ശരിക്കും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഗൈസ് ഇത് കിളികളുള്ളടത്തേക്ക് കയറാം. ഞാൻ കേറിയില്ല. ഗൈസ് ഇവിടെ വീണ്ടും മയിൽ. ഇത്ര അടുത്ത് കുറെ കോഴികളും ഉണ്ട്. തിരിയാൻ പറ. അതിനെ തിരിയില്ല. അപ്പുറം പോയി നിൽക്കാലോ. ഇങ്ങനെ വെച്ചിണ്ടാക്കി. വീഡിയോ ആണ്. ഓക്കെ അപ്പൊ നമ്മൾ അടുത്തത് ബെറിൽസ് ചോക്ലേറ്റ് ഫാക്ടറിയിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ പെരും മഴയാണ്. നല്ല ഇടിയും നല്ല മിന്നലും ഒക്കെ ഉണ്ട്. അവിടെ അതിന്റെ പേരൊക്കെ എഴുതി. ഇവിടെ ഐസ്ക്രീമിനും ഉണ്ട് ഷേപ്പ്. നമുക്ക് അകത്തേക്ക് പോയി നോക്കാം.
ഓ ഇവിടെയൊക്കെ പാത്രങ്ങളാണ്, എനിക്ക് തണുക്കണു. അതാ, മിൽക്ക് ചോക്ലേറ്റ് ഹാസ് മോർ കഫൈൻ ദാൻ വൈറ്റ് ആൻഡ് ഡാർക്ക് ചോക്ലേറ്റ്. ഞാൻ ആൻസർ കൊടുക്കാട്ടാ. ഫോൾസ്. വാട്ട് ഡസ് എ കൊക്കോ ട്രീ ലുക്ക് ലൈക്ക്? ദിസ്. കറക്റ്റ്. അപ്പൊ നേരത്തെയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഫേമസ് എക്സ്പ്ലോറർ ബ്രോട്ട് ചോക്ലേറ്റ്? അല്ല അയാളല്ല 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 ഇയാളായിരിക്കും. കറക്റ്റ്. നിക്ക്. വാട്ട് ഈസ് യൂസ് ടു ഗ്രൈൻഡ് ചോക്ലേറ്റ്? അതാണ് ഫ്രണ്ടിൽ വെച്ച മെഷീൻ. ഇത് ട്രൈ അഗൈൻ. നല്ല ഇടിയാണ് കേസ് ഇവിടെ. ഓ ഗ്രൈൻഡ്, അത് ഇളക്കാനല്ലേ? അല്ല. വിച്ച് ഇസ് മെയ്ഡ് വിത്ത് മിൽക്ക് ചോക്ലേറ്റ്? ഏതേ. നെക്സ്റ്റ് അടിക്കടി. ആ which chocolate is considered white chocolate is considered chocolate? White chocolate ആണോ ചോദിക്കാൻ. വൈറ്റ് ചോക്ലേറ്റ് ഇസ് മെയ്ഡ്, അതൊന്നും വേണ്ട നമുക്ക്. ചോക്ലേറ്റ് കംസ് ഫ്രം എ ഫ്രൂട്ട്. കറക്റ്റ്. ദിസ് ഫ്രൂട്ട്. ചോക്ലേറ്റ് വാസ് വൺസ് യൂസ്ഡ് ആസ് മണി. ട്രൂ. ബാർട്ടർ സിസ്റ്റം. മിൽക്ക് ചോക്ലേറ്റ് ഹാസ് മോർ കഫൈൻ ദാൻ വൈറ്റ് ആൻഡ് ഡാർക്ക് ചോക്ലേറ്റ്. ഇതിന് ആൻസർ ഞാൻ പറഞ്ഞ കറക്റ്റാ. ഫോൾസ്. കഴിഞ്ഞു. കൊക്കോ ബീൻസ് ആർ നാച്ചുറലി സ്വീറ്റ്. കയ്പല്ലേ? കഴിഞ്ഞു ഗൈസ്. പിന്നെ ഇത് നമ്മൾ കൊടുത്തതല്ലേ. ഓ ദേ ഇവിടെ കുറെ ചോക്ലേറ്റ്സ് ഉണ്ട് ഗൈസ്. ഓഹോ, ഇതൊക്കെ മാക്രോൺ. കാണാൻ നല്ല ഭംഗിയുണ്ട്. മുകളിലേക്ക് എന്തോ മുകളിലേക്ക് ഉണ്ട് ഗൈസ്. മുകളിലേക്ക് പോവാം. ഇവിടെ കൊറേ പാത്രങ്ങൾ. ഇത് പാത്രമല്ല, ഇതെന്തോ. ഇപ്പുറത്ത് ലെഫ്റ്റില് കോഫി ബീന്റെ സ്റ്റാച്ചു. അല്ല സോറി, കോഫി ബീൻ അല്ലല്ലോ, കൊക്കോ. ഇതൊക്കെ ചോക്ലേറ്റിന്റെ കവറുകള്. ഇതൊക്കെ ഇവരുടെ പഴയ ചോക്ലേറ്റിന്റെ തുരുമ്പ് പിടിച്ച പെട്ടികളാണ്. തുരുമ്പ് പിടിച്ച പാത്രം. ഇതൊക്കെ തുരുമ്പാ ഗൈസ്. ഇതുവരെ ബെറിൽസ് ചോക്ലേറ്റ് ഷോപ്പിങ്ങിനുള്ള സ്ഥലമാണ്. തുറക്കാൻ പറ്റും. അതില് അതിന് വിലയുള്ളതാ തോന്നുന്നുണ്ട്. ഇത് ഇവിടത്തെ മറ്റേ ട്വിൻ ടവറിന്റെ ഒക്കെ ഷേപ്പിലുള്ള മിഠായി. ഇത് നമ്മൾ ഇന്നലെ മേടിച്ചു. ഇന്നലെ മറ്റേ മോളിൽ പോയപ്പോ, ഗെൻലിംഗ് ഹൈലൻഡിൽ പോയപ്പോ. ഇതെനിക്കിഷ്ടമുള്ളത്, ഇത് അവർക്ക് ഇഷ്ടമുള്ളത്, അമ്മയ്ക്ക് ഇഷ്ടമുള്ളത്, എല്ലാവർക്കും ഇഷ്ടമുള്ളത്. ഇതൊക്കെ അല്ല, ഇത് വൈറ്റ് ചോക്ലേറ്റാ. എന്നാ എനിക്കിഷ്ടമുള്ളത് ഇതാ. ഇതൊക്കെ പക്ഷെ മിൽക്ക് ചോക്ലേറ്റ്. നമ്മൾ ഷോപ്പിംഗ് ചെയ്തോണ്ടിരിക്കുകയാണ് ചോക്ലേറ്റ്സ്. ഇതാണ് നമ്മൾ മേടിച്ച ചോക്ലേറ്റ്സ്. മിഠായിയുടെ കവറായോണ്ട് കുഞ്ഞൂസ് പൊക്കി. ഗൈസ് നമ്മളിപ്പോ പുത്രജയ മോസ്കിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല മഴയാണ്. ഓക്കെ, നമുക്ക് അകത്തേക്ക് പോവാം. ഗൈസ് ഇവിടത്തെ ഡ്രസ്സ് ഇടണം, അതിട്ടാലേ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ.
ഗൈസ് ഇതാണ് ഇവിടുത്തെ ഡ്രസ്സ്. അന്നാള് വെയിലിട്ടായിരുന്നു മറ്റേ മോസ്കില് പോയപ്പോ. ഇവിടെ റെഡ് കളറാണ്. എന്റെ ബാക്കിൽ കാണുന്നതാണ് ഇവിടുത്തെ പ്രൈം മിനിസ്റ്ററിന്റെ ഓഫീസ്. നമ്മളിപ്പോ എന്റെ അകത്തേക്ക് കയറുകയാണ്. ഇതിന്റെ അകത്ത് ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടെ ഒരു എൻട്രൻസ് ഉള്ളു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അവിടെ മുസ്ലിംസ് കയറിയിട്ട് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്. വെസ്റ്റ് പുത്രജയ എന്ന് പേര് എഴുതിയ സ്ഥലമാണ്. നമ്മൾ അടുത്ത ഒരു സ്ട്രീറ്റിൽ വന്നേക്കാണ്. ജലൻ ആലൂർ എന്ന് പറഞ്ഞ സ്ട്രീറ്റ് ആണ്. ഇവിടെ കുറെ സ്ട്രീറ്റ് ഫുഡ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇനി ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ഗൈസ്. ഇവിടെ ഓയിസ്റ്റർ ഓംലെറ്റ് ഉണ്ട്. ഓയിസ്റ്റർ ഓംലെറ്റ് അത് ഓയിസ്റ്റർ വെള്ളത്തിൽ മുക്കിയിട്ടാണതാ. ചെമ്മീൻ, ഉണ്ട ചെമ്മീൻ. ഇത് ഒക്ടോബസ്. കൊറേ ഒക്ടോബസ് ഉണ്ട്. ഇത് ഓയിസ്റ്റർ കുക്ക് ചെയ്ത് വെച്ചാണ്. മാംഗോ സ്റ്റിക്കി റൈസ് മറ്റേ തങ്കുളു അല്ലേ അങ്ങനെ പറയണ സാധനം. സ്ലാമ്പാണിത്. മാങ്ങയുടെ വലിപ്പം കണ്ടോ. ഞണ്ട്. ഇത് ബുക്കിറ്റ് ബിൻടാങ്ങിന്റെ എൻട്രൻസ് ആണ്. നമ്മളിപ്പോ ട്വിൻ ടവറിന്റെ അടിയിലാണുള്ളത്. നൈറ്റ് വ്യൂ കാണാൻ വേണ്ടി വന്നതാണ് നമ്മള്. ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ ഒക്കെ ഉണ്ട്. ഈ ടവറിന്റെ മുകളിൽ നിന്ന് നിറയെ ഫോഗാണ്. അതിന്റെ പകുതി ഇല്ല ശരിക്ക്. ഓക്കെ അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇവിടെ കഴിഞ്ഞു. ഇന്ന് ഡേ 5 ആണ് നമ്മുടെ. അല്ല ഡേ 4. സോറി ഇന്ന് ഡേ 4 ആണ്. അപ്പൊ ഇന്നത്തെ ഡേ 4 നമ്മുടെ കഴിഞ്ഞു. ഇന്ന് പാൻഡേനൊക്കെ കണ്ടു. ഓക്കെ ഗൈസ് അപ്പൊ രാത്രി ട്വിൻ ടവറും കൂടെ കണ്ടു. ഇപ്പൊ രാത്രി 9 മണിയാവാറായി. 9:05. അപ്പൊ നമ്മൾ ഇനി റൂമിലേക്ക് പോവാണ്. അപ്പൊ അടുത്ത വ്ളോഗിൽ കാണാം ഗൈസ്. ഡേ 5 ആയിട്ട്. ബൈ.